ചിന്നറോമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂരിലുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസികളുടെ എണ്ണം കൊണ്ടാണ് ഒല്ലൂരിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെ: ഈ പള്ളി സ്ഥാപിക്കുന്നതിന് മുൻപ് കടവ് കടന്ന് പഴുവിലായിരുന്നു ഒല്ലൂരുള്ള വിശ്വാസികൾ കുർബാനയ്ക്ക് പോയിരുന്നത്. അങ്ങനെ ഒല്ലൂരിൽ തന്നെ ഒരു പള്ളി വേണമെന്ന് ആഗ്രഹം വന്നപ്പോൾ മാളിയേക്കൽ കർത്താക്കളോടാണ് ഒല്ലൂരുകാർ ഈ ആവശ്യം അറിയിച്ചത്. അങ്ങനെ മാളിയേക്കൽ കർത്താക്കൾ ഇതിനു വേണ്ട സ്ഥലം വിട്ടു നൽകി. 1718 ജൂൺ 13 ഒല്ലൂരിൽ ഒരു താൽക്കാലിക ദേവാലയം സ്ഥാപിച്ച് ആദ്യ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടാണ് ഈ പള്ളിയുടെ ചരിത്രം തുടങ്ങുന്നത്. പിന്നീട് 1722 ജൂൺ 13 അന്നത്തെ കൊടുങ്ങല്ലൂർ മെത്രാനായിരുന്ന മാർ ആന്റണി പിമെന്റൽ പള്ളിയെ ആശീർവദിച്ചു. അന്നത്തെ ചടങ്ങിൽ പ്രശസ്തനായ അർണോസ് പാതിരിയും സന്നിഹിതനായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാലം ഒരുപാട് മുന്നോട്ട് പോയി. 1790 മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിനിടെ പള്ളിക്ക് തീപിടുത്തമുണ്ടായി. എന്നാൽ ദുരന്തത്തിനെയും ഒല്ലൂർ പള്ളി അതിജീവിച്ചു. 1883 മുതൽ 1892 വരെ 10 വർഷം കൊണ്ടാണ് പള്ളിയുടെ പ്രശസ്തമായ 7 നില മണിമാളിക നിർമ്മിച്ചത്. മണിമാളികയുടെ മുകളിൽ ഫ്രാൻസിലെ മാർസെയിൽസിൽ നിർമ്മിച്ച 3 വലിയ മണികളും സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയുടെ അകത്ത് കിടന്നാൽ നമുക്ക് കാണാനാവുന്നത് മറ്റൊരു കലാലോകമാണ്. മരത്തിൽ അതിസൂക്ഷ്മമായി കൊത്തിയെടുത്ത അൾത്താരയും ശില്പങ്ങളും അലങ്കാരങ്ങളും. മൈക്ക് വരുന്നതിന് മുൻപ് വൈദികർ പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന പുഷ്പകൂടവും ഇവിടെ കാണാം. 6-7 വയസ്സുള്ളപ്പോഴാണ് അപ്പാപ്പൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഒല്ലൂർ പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോകുന്നത്. അന്ന് അപ്പാപ്പൻ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്ന്, പണ്ട് കാലങ്ങളിൽ ഒല്ലൂർ പെരുന്നാളിന് റപ്പായൽ മാലാഖയുടെ രൂപം പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ വീട്ടിൽ അമ്മയരയ്ക്കോ നെല്ല് കുത്തുകയൊക്കെ ചെയ്യേണ്ടുന്ന പെണ്ണുങ്ങൾ ഇവിടെ ഒന്ന് മുടിയഴിച്ചിട്ട് തുള്ളും. മാലാഖേ മാലാഖേ ചെകുത്താനെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നാൽ പിന്നീട് ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ കാലത്ത് ഇത് നിരോധിച്ചു. ഇത്തരം ആചാരങ്ങൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒത്തുപോകുന്നതല്ല എന്നതാണ് കാരണം. രണ്ടാമത്തെ കാര്യം അപ്പാപ്പൻ പറഞ്ഞു തന്നത്, ഒല്ലൂർ വന്ന് പെണ്ണ് അന്വേഷിച്ച ഏത് നസ്രാണിക്കും പെണ്ണ് കിട്ടുന്നതാണ്. അത്രയും ഇടവക്കാരെ ഓടിയുണ്ടെന്നതിനെ പണ്ടുള്ളവർ തമാശയായി പറഞ്ഞതാവാം. പെരുന്നാളുകൾക്ക് ഞാനും അപ്പാപ്പനും പിന്നെയും പോയി. നേർച്ച സദ്യ കഴിച്ചു, മാലാഖയോട് പ്രാർത്ഥിച്ചു, യന്ത്രൂഞ്ഞാലിൽ കയറി കറങ്ങി. അങ്ങനെ ആദ്യ പെരുന്നാൾ കാണിച്ചു തന്ന അപ്പാപ്പൻ പോയി. പിന്നീടും പെരുന്നാളുകൾക്ക് ഞാൻ ഒറ്റയ്ക്കും കൂട്ടമായൊക്കെ പോയി. എല്ലാത്തിനും സാക്ഷിയായി മാലാഖയും ആനപ്പള്ള മുതലും മണിമാളികയും പുഷ്പക്കൂടുമുള്ള ഒല്ലൂർ പള്ളി ഇന്നും നിലനിൽക്കുന്നു.